നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചീഫ് എഞ്ചിനീയർക്ക് അടിമയാവാൻ എനിക്ക് പറ്റില്ല. ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ജീവിക്കണം. ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്റെ ഇഷ്ടത്തിന് എന്നെ ജീവിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ് അച്ഛനെന്ന് പോലും നോക്കാതെ ഞാൻ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. മോനെ, നിന്റെ നല്ലതിനു വേണ്ടിയാ പല കാര്യങ്ങളും ഞാൻ സമ്മതിക്കാതിരുന്നത്. അറിയാം, അതൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അച്ഛൻ പറയുന്നത് കേൾക്കാതെ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന എനിക്ക് ജീവിതകാലം മുഴുവൻ ചീഫ് എഞ്ചിനീയറുടെ കാൽ ചുവട്ടി ജീവിക്കാൻ പറ്റില്ല. എടാ, നിന്റെ ജീവിതം ശ്രേയയുടെ കാൽക്കീഴിലായിരിക്കും. നീ അവളുടെ അടിമയായിരിക്കും എന്നൊക്കെ ആര് പറഞ്ഞടാ? എടാ, കല്യാണം കഴിഞ്ഞ് നീ അവളുടെ ഭർത്താവായിട്ടാ ജീവിക്കാൻ പോകുന്നത്. രണ്ടും ഒന്ന് തന്നെയാ. എന്റെ സന്തോഷങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ മാറ്റിവെച്ച് ചീഫ് എഞ്ചിനീയറിന്റെ ഭർത്താവ് എന്ന ലേബൽ നെറ്റിയിലൊട്ടിച്ച് ഞാൻ ജീവിക്കണോ? എടാ, ചീഫ് എഞ്ചിനീയറുടെ ഭർത്താവുന്നത് നിനക്ക് അഭിമാനമല്ലേടാ? ഒരഭിമാനമില്ല. അരവിന്ദൻ ആരാ? ഈ ബാലൻ മാഷിന്റെ മകനാ. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശിന്റെ ചേട്ടൻ. അന്തസ്സും അഭിമാനവുമുള്ള ആയിരപ്പറ കുടുംബത്തിന്റെ അവകാശി. ഇതിൽ പരം എനിക്ക് എന്ത് വേണമേ? എനിക്ക് ഇത്രയും ലേബലുള്ളപ്പോ ഒരു ഭർത്താവ് ഉദ്യോഗം എനിക്കെന്തിനാ? ശ്രേയെ കല്യാണം കഴിച്ച അവളുടെ ഭർത്താവ് എന്ന ലേബലിൽ മാത്രം ജീവിക്കേണ്ടി വരും. ആയിരപ്പറ എന്ന പേര് എന്നീന്ന് മാഞ്ഞു പോകും. ഞാൻ കല്യാണം കഴിക്കുന്നത് എനിക്കൊരു ഭാര്യയെ കിട്ടാനാ, അല്ലാതെ ചീഫ് എഞ്ചിനീയർക്ക് ഭർത്താവിനെ കിട്ടാനല്ല. മോനെ, അമ്മേ, മതി, ഇനി ഒന്നും പറയണ്ട.